ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുന്ന ആളുകളിൽ കൂടുതലായും ഡിവോഴ്സ് കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഡിവോഴ്സ് സംഭവിക്കുന്നത്, അതിന് പിന്നിലുള്ള സ്പിരിച്വൽ റീസൺ തുടങ്ങിയൊക്കെയാണ്. അപ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കുന്ന ഒരുപാട് പേര്, അതുപോലെ നമുക്കറിയാവുന്ന ഒരുപാട് ട്വിൻ ഫ്ലെയിംസ് ഒക്കെയും ഒന്നെങ്കിൽ ഡിവോഴ്സിലൂടെ കടന്നു പോവുകയായിരിക്കും, കേസിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്, അതല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞവരായിരിക്കും, അതല്ലെങ്കിൽ എങ്ങനെ ഡിവോഴ്സ് ചെയ്യാമെന്ന് ആലോചിക്കുന്നവരായിരിക്കും. സോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രത്യേകിച്ച് ഈ ജേണിയിൽ വരുമ്പോൾ ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ട്വിൻ ഫ്ലെയിം ജേണിയും ഡിവോഴ്സും തമ്മിലുള്ള ബന്ധം വളരെയധികം സങ്കീർണവും എന്നാൽ സ്പിരിച്വലി വലിയ അർത്ഥതലങ്ങളുള്ളതുമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഡിവോഴ്സ് എന്നത് ഒരു നിയമപരമായിട്ടുള്ള വേർപിരിയൽ എന്നതിലുപരിയായിട്ട് സോളിൻ്റെ ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒന്നായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് ഫാക്ട്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഡിവോഴ്സ് സംഭവിക്കുന്നത് കർമ്മബന്ധങ്ങളുടെ അവസാനം, കാർമിക് ക്ലിയറൻസ് നടക്കുന്നത് മൂലമാണ്. പല ട്വിൻ ഫ്ലെയിംസും തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മിറർ സോളിനെ കണ്ടുമുട്ടുന്നത് ഇതിനോടകം തന്നെ മറ്റൊരു വിവാഹ ബന്ധത്തിൽ, കാർമിക് മാരേജിലായിരിക്കുമ്പോഴായിരിക്കും. അതായത് അവരുടെ കുട്ടിക്കാലം തൊട്ടേയുള്ള വൂൺസിൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാവരും സ്നേഹിക്കുന്നില്ല തുടങ്ങിയ വൂണ്ടുകളുടെയൊക്കെ ഭാഗമായിട്ട് അവർ അട്രാക്ട് ചെയ്യുന്നതും ഒരു കാർമിക് പാർട്ട്ണറെ ആയിരിക്കും. അങ്ങനെ നമുക്ക് സൈക്കോളജിക്കലി പറയാമെങ്കിലും സ്പിരിച്വലി നമ്മൾ തന്നെയാണ് ഈ ഒരു ബന്ധം, നമ്മുടെ കർമ്മ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഇത്തരം ഇമോഷൻസിലൂടെ കടന്നു പോകണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ സോൾ കോൺട്രാക്റ്റ് പ്രകാരം മിക്കവാറും ആളുകൾ ഒരു കാർമിക് മാരേജ് ആയിരിക്കും നടത്തിയിട്ടുണ്ടാകുക. അപ്പോൾ ഈ സോൾ എഗ്രിമെൻ്റ് പ്രകാരം നമ്മുടെ മുജ്ജന്മങ്ങളിലുള്ള കർമ്മങ്ങൾ തീർക്കാൻ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആ കർമ്മ അതോടുകൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു ബന്ധത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ലെസൺ പഠിച്ചു കഴിയുമ്പം അതിലെ കർമ്മങ്ങൾ പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബന്ധം അവസാനിക്കുകയും ഡിവോഴ്സിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ലെസൺസ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ജേണി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾഡ് സോളുകളാണ്. ഒരുപാട് പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ലൈഫ് ടൈമിൽ, അതായത് പ്രാരബ്ധ കർമാസം എടുത്തിട്ടാണ് നമ്മൾ വരുന്നതെന്ന് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ ലെസൺ കംപ്ലീഷൻ ആണ് ഇനി വരുന്നത്. അവർ ആ പാർട്ട്ണറിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇത്രയും തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്റ്റേജിൽ നമ്മൾ ചിന്തിക്കും, ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് എന്തൊക്കെയാണ് ലെസൺസ് പഠിക്കേണ്ടതെന്നും അവിടെ ഹീലിങ്ങിലേക്ക് വരുമ്പോഴൊക്കെ അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഹീലാവുന്നതിന് മുന്നേ തന്നെ ഡിവോഴ്സ് സംഭവിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളെ സോള് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, ലെസൺ പഠിച്ച് ഇവോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊന്ന് വരുന്നത്. ഞാൻ ഒരുപാട് കാലം, നിങ്ങൾക്ക് അറിയാമായിരിക്കും, അബ്യൂസീവായിട്ടുള്ളൊരു ബന്ധത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് നോ പറയാൻ അറിയില്ല, ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ അടുത്ത്, ഹസ്ബൻഡ് വീട്ടിലുള്ളവരുടെയൊക്കെ അടുത്ത് ധാരാളം പണം ഉണ്ടെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്ത് ചിലവാക്കും. എൻ്റെ ഒരു പേഴ്സണൽ കാര്യമോ എൻ്റെ കരിയറോ മറ്റൊന്നും നോക്കാതെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടെല്ലാ ത്യാഗവും ചെയ്യും. എന്നാൽ അവിടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പ്രതിഫലമായിട്ട്. അങ്ങനെയൊക്കെ ഹാർഡായിട്ട് ഞാൻ പണവും എൻ്റെ സമയവും എല്ലാം സ്പെൻഡ് ചെയ്താലേ എനിക്ക് തിരികെ സ്നേഹം കിട്ടുള്ളൂ, അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊക്കെ കൊടുത്തിട്ടും ഒന്നും തിരിച്ചു കിട്ടാത്തൊരു സമയത്താണ് ആലോചിക്കാൻ തുടങ്ങിയത്, എന്തിനാണ് ഇങ്ങനൊരു ലൈഫ്, നമ്മൾ കൊടുക്കൽ മാത്രമേ ഉള്ളൂ, വാങ്ങലില്ല എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു സമയത്ത് ഉള്ള എൻ്റെ ചിന്തകൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ അനുഭവിച്ച് ഒരു സ്റ്റേജിലെത്തുമ്പം എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതുകൊണ്ട് എനിക്ക് എന്താ കിട്ടുന്നത് എന്നുള്ളൊരു തോട്ട് വരും. ആ തോട്ടിൽ നിന്നാണ് കുറേ ലെസൺസ് പഠിക്കുക. അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം, നിയമപരമായിട്ടുള്ള അറിവ്, ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നോക്കുമ്പോൾ നമ്മളെ ഒരു ലെസൺ പഠിക്കാനായിട്ട്, അതല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ നിന്നും ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. മിക്കവാറും കുട്ടികൾ സഹിച്ച് നിൽക്കുകയായിരിക്കും. കാരണം ഈ പ്രയാസങ്ങളൊന്നും അവരവരെ വീട്ടിൽ ചെന്നാൽ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല, പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അത് അവർക്കൊരു ബാധ്യത ആയിരിക്കാം, അല്ലെങ്കിൽ നിസ്സാര പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു ബിലീവ് സിസ്റ്റം ഉണ്ടാകും, നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, ഈ പ്രശ്നങ്ങളൊന്നും ഇത്ര വലുതൊന്നുമല്ല, ഇതൊക്കെ ഞങ്ങളും അനുഭവിക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള വർത്താനമൊക്കെ ആയിരിക്കും. സോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ അബ്യൂസീവായിട്ടുള്ള ബന്ധത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അപ്പോൾ അതിലേക്കുള്ള സ്റ്റെപ്പുകൾ നമ്മളെല്ലാവരും എടുത്തു വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങളൊരു ഈ ജേണിയിലേക്ക് വരുമ്പോൾ സോൾ പർപ്പസ് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരു ബിലീവ് സിസ്റ്റത്തിലൊന്നും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഏത് ജോലിയാണോ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അതിൽ നിങ്ങൾ ആദ്യം
പ്രവേശിക്കുക. പിന്നീട് നിങ്ങൾക്ക് ആ ഇൻകം ഉപയോഗിച്ച് തന്നെ സോൾ പർപ്പസിലേക്ക് കടക്കാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവവും അഭിപ്രായവും. സോ കരിയർ ബ്ലോക്കേജസ് ഒക്കെ മിക്കവാറും വരുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള തെറ്റായിട്ടുള്ള ബിലീഫ് സിസ്റ്റം കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശരിയായ രീതിയിൽ ഹീലിംഗ് ചെയ്യാത്തതും കൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. സോ വൈബ്രേഷനിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴും പിന്നെ ഡിവോഴ്സ് സംഭവിക്കാം. ട്വിൻ ഫ്ലെയിം ജേണി തുടങ്ങുന്നതോടെ ഒരാളുടെ കോൺഷ്യസ്നെസ്സിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഈ പഴയ ബന്ധങ്ങളിൽ നിന്നിരുന്ന അതേ എനർജിയിൽ തന്നെ തുടരാൻ അവർക്ക് കഴിയില്ല. പാർട്ട്നേഴ്സായിട്ടുള്ള ഫ്രീക്വൻസി മാച്ച് ആകാതെ വരുമ്പോൾ ആ ഒരു ബന്ധത്തിൽ വളരെയധികം ശ്വാസമുട്ടൽ അനുഭവപ്പെടും. അതങ്ങനെ വേർപിരിയൽ കലാശിക്കും. ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്, എക്സിസ്റ്റിംഗ് പാർട്ട്ണറുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലേക്കൊന്നും പോകാനായിട്ട് പല ആളുകൾക്കും സാധിക്കാറില്ല. അതിനോട് എന്തോ ഒരു വിരക്തി വരുന്ന പോലെ. അത് നമ്മൾ പാർട്ട്നേഴ്സുമായിട്ടുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി മാച്ച് ആവാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാലക്രമേണ അതൊരു പ്രയാസമായിട്ടും പല പ്രശ്നങ്ങളിലേക്കും വഴിമാറുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ട്രൂ സെൽഫിൽ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ആത്മാവിൻ്റെ ദാഹമാണ് തീർക്കേണ്ടത്. അതിന് വേണ്ടിയത് എന്താണോ അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ തേർഡ് വേൾഡിലുള്ള കുറേ കാര്യങ്ങളുടെ പുറകെ പോയിട്ട് നിങ്ങളുടെ കർമ്മ ക്ലിയറൻസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല ബന്ധങ്ങളും പല കാര്യങ്ങളും പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോ പറയേണ്ടടുത്ത് നോ പറയണം. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടടുത്ത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ഷൻസ് സ്റ്റെപ്സും ഒക്കെ എടുത്തു വെക്കാം. ധൈര്യം വരാനായിട്ട് വേണ്ട ഇന്നർ വർക്കുകളൊക്കെ ചെയ്യാം. ഓക്കെ, മൊറോവർ നിയമത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഈ കാർമിക് റിലേഷൻഷിപ്പിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം. സോ ട്വിൻ ഫ്ലെയിം സെപ്പറേഷനും ഡിവോഴ്സൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാർമിക് പാർട്ട്ണറുമായിട്ട് മാത്രമാണ് നടക്കുന്നതെന്ന്. അങ്ങനെയല്ല. നമ്മുടെ ഹസ്ബൻഡ് ഒരു പക്ഷേ ട്വിൻ ഫ്ലെയിം ആയിരുന്നെങ്കിൽ കൂടി ഡിവോഴ്സ് നടക്കാൻ സാധ്യതയുണ്ട്. ഓൺ ആൻഡ് ഓഫ് സെപ്പറേഷനൊക്കെ ആദ്യം ഉണ്ടാകും. ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേരും അൺഹീൽഡ് വേർഷനിലാണ് മാരി ചെയ്തതെങ്കിൽ അവിടെ ഒരു ഡിവോഴ്സിനുള്ള പോസിബിലിറ്റി ഉണ്ട്. റണ്ണർ ചേസർ ഡൈനാമിക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ ഡിവോഴ്സ് നടക്കും. ഇനി ഈഗോ ക്ലാഷിൻ്റെ ഭാഗമായിട്ട്, അതായത് അഹംഭാവം, ഈഗോ, ഉള്ളിലുള്ള മുറിവുകൾ, ഇന്നർ വൂൺസ് അല്ലേ, അതൊക്കെ പുറത്തു വരുമ്പം അത് താങ്ങാനാവാതെ വരികയും നിയമപരമായിട്ട് വേർപിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവോഴ്സ് കാലയളവ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സെൽഫ് ഹീലിങ്ങിനും ഉള്ളിലുള്ള തടസ്സങ്ങൾ നീക്കാനും പ്രപഞ്ചം നൽകുന്ന ഒരു അവസരമായിട്ടായിരിക്കും വരുന്നത്. ആ സമയത്താണ് നമുക്ക് എന്തൊക്കെ വൂൺസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും ഹീൽ ചെയ്യുകയും ചെയ്യുക ഉള്ള ഒരു ചാൻസ് കിട്ടും. ഇനി ഇതിൻ്റെ സ്പിരിച്വൽ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് പരാജയമായിട്ട് ആരും കാണണ്ട. ആദ്യമൊക്കെ എനിക്കും എന്തോ ഡിവോഴ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉള്ളിൽ പിന്നീട് സോളിനെ കുറിച്ചുള്ള അറിവുകൾ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം അതൊരു കാർമിക് ക്ലിയറൻസ്, എൻ്റെ കർമ്മ ക്ലിയർ ആകുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത് നടന്നത്. ഞാൻ ഫ്രീ ആയല്ലോ, എനിക്കിഷ്ടമുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാലോ, അങ്ങനെയൊക്കെ ആശ്വസിച്ചു, സന്തോഷിച്ചു. കാര്യത്തെക്കുറിച്ച് എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെയധികം ആശ്വാസം ലഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ആത്മാവിനെ ബലി കഴിക്കുന്നത് നിർത്താനും സ്വയം സ്നേഹിക്കാനും പഠിക്കുന്ന ഘട്ടമാണിത്. നമ്മൾ കംപ്ലീറ്റഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാർട്ട്ണർ വേണമെന്നുള്ള ഒരു ആവശ്യമില്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. ഒറ്റയ്ക്കാണെങ്കിലും സുഖമായിട്ട് ജീവിക്കാം. ആക്ച്വലി ഞാനൊക്കെ ജീവിച്ചിരുന്നത് പേരിനൊരു പാർട്ട്ണർ ഉണ്ട് എന്നുള്ളതല്ലാതെ അതുകൊണ്ടുള്ള യാതൊരു ബെനിഫിറ്റും അനുഭവിക്കാതെയാണ്. സമൂഹത്തിന് മുന്നിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമായിട്ട് റെസണേറ്റ് ചെയ്യുന്നവരൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്കറിയാം ഒരുപാട് പേര് ഈ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നു, ഇതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് അറിയാതിരിക്കുന്നു എന്നുള്ള സാഹചര്യം ഉള്ളവരുണ്ട്. ഓക്കെ, അപ്പോൾ അവർ യെസ് എന്നോ അല്ലെങ്കിൽ എനിക്കും അങ്ങനെ തന്നെ എന്നോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുറ്റബോധം ഉണ്ടാവില്ലേ, ആളുകൾ എന്ത് പറയുന്നൊക്കെ. പക്ഷെ നമ്മൾ ആളുകൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ അല്ല ജീവിക്കേണ്ടത്. നമുക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഓരോ വ്യക്തിയുടെയും യാത്ര വ്യത്യസ്തമാണ്. അപ്പോൾ ഒരാൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ അവിടെ കഴിച്ചു തൂങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളും അതേപോലെ നിൽക്കണം എന്നല്ല ചിന്തിക്കുന്നത്. ഡിവോഴ്സ് ചെയ്യാൻ സത്യത്തിൽ ധൈര്യം വേണം അല്ലെ. ധൈര്യമുള്ള ആളുകൾക്കാണ് ഡിവോഴ്സ് ചെയ്യാൻ പറ്റുക. നമുക്കൊട്ടും താങ്ങാനാവാത്ത ബന്ധത്തിൽ നിന്ന് നോ പറഞ്ഞിറങ്ങി വരാനും സൊസൈറ്റിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഗഡ്സ് എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. അവർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊരു ഹീലിംഗ് പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് നിങ്ങളുടെ എനർജി അലൈൻമെൻറ്റിന് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് തോന്നുന്നത്? സൊസൈറ്റിയുടെ പ്രഷറാണോ അതോ ഇമോഷണലായിട്ടുള്ള തകർച്ചയാണോ? എന്തിനെയാണ് നിങ്ങൾക്ക് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളത്
നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഡിവോഴ്സിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഒരിക്കലും നിങ്ങൾ മോശക്കാരിയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ലൈഫ് പരാജയമായിപ്പോയെന്നോ ഒന്നും കരുതി ആരും ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ജേർണിയിലൂടെ കടന്നു പോകുമ്പോൾ കാർമിക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഡിവോഴ്സുകൾ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു 3-4 വീഡിയോയിലൊന്ന് നാർസിസ്റ്റിക് പാർട്ട്ണറെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു എന്താണ് നാർസിസ്റ്റിക് പാർട്ട്ണർ എന്നുള്ളത്. അതുകൊണ്ട് അതിനത്ര വലിയ വ്യൂസും ഉണ്ടായില്ല. അപ്പോൾ നാർസിസ്റ്റിക് അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടത് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവരുടെ കാര്യം മാത്രം നോക്കുന്ന, നമ്മളൊന്നും അല്ല എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വിക്റ്റിമാക്കി വെക്കുന്ന, നമ്മളെല്ലാം ചോർത്തിയെടുക്കുന്ന പാർട്ട്നേഴ്സാണ്. അപ്പോൾ നാർസിസ്റ്റിക് പാർട്ട്നേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് നാർസിസ്റ്റിക് പാർട്ട്ണർ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ആ വീഡിയോ പോയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതലായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുക, അങ്ങനത്തെ പാർട്ട്ണർ എങ്ങനെ ഡീൽ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.